സെന്ററുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ സർട്ടിഫിക്കറ്റ്സുകൾ സ്റ്റഡി സെന്ററുകളിൽ എത്തിച്ചേർന്നിട്ടില്ല. പരീക്ഷ എഴുതിയ എക്സാം സെന്ററുകളിൽ നിന്നല്ല നമുക്ക് ലഭിക്കുന്നത്. ഒന്നുകിൽ ആധാർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ TC അല്ലെങ്കിൽ മൈഗ്രേഷനും. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് NIOS 2025 ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതി വിജയിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുകൾ അതത് സ്റ്റഡി സെന്ററുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുകൾ ആരുടെയൊക്കെയാണ് വന്നിരിക്കുന്നത്? 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വന്നിട്ടുണ്ടോ? +2 വിദ്യാർത്ഥികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എവിടെ നിന്നാണ് നമ്മൾ കൈപ്പറ്റേണ്ടത്? ഈ ഒരു സർട്ടിഫിക്കറ്റ്സുകൾ കൈപ്പറ്റാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഡോക്യുമെന്റ്സ് നമ്മൾ കരുതിയിരിക്കണം? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അതിനു മുൻപ് ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. NIOS 2026 ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. NIOS 2025 ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതി വിജയിച്ചിട്ടുള്ള +2 വിദ്യാർത്ഥികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുകൾ അതത് സ്റ്റഡി സെന്ററുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. NIOS 2025 ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതി വിജയിച്ചിട്ടുള്ള 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുകൾ സ്റ്റഡി സെന്ററുകളിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ള വിവരം ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ നിലവില് +2 വിദ്യാർത്ഥികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുകളാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുകൾ എവിടെ നിന്നാണ് കൈപ്പറ്റേണ്ടത്? ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുകൾ നമ്മൾ പരീക്ഷ എഴുതിയ എക്സാം സെന്ററിൽ നിന്നല്ല നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ NIOSന്റെ ID കാർഡിലുള്ള സ്റ്റഡി സെന്ററുകളിൽ നിന്നാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ NIOSന്റെ ID കാർഡിലുള്ള സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? അവിടെ ചെല്ലണോ എന്ന് ചോദിക്കും. അപ്പൊ ഇവിടെ മനസ്സിലാക്കുക, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്റ്റഡി സെന്ററിന്റെ നെയിം അല്ലെങ്കിൽ ആ ഒരു സ്കൂളിന്റെ പേര് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അവിടുത്തെ കോൺടാക്ട് നമ്പർ കിട്ടും. ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ചു ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ സർട്ടിഫിക്കറ്റ്സുകൾ കൈപ്പറ്റാനായിട്ട് ചെല്ലുക കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമുക്കറിയാം എറണാകുളം ഏരിയയിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സുകൾ എത്തിച്ചേരും. പക്ഷെ മറ്റുള്ള ജില്ലകളിലേക്ക് പോകുമ്പോഴത്തേനും നമ്മുടെ സർട്ടിഫിക്കറ്റ്സുകൾ എത്തിച്ചേരാനായിട്ട് കുറച്ച് സമയം എടുക്കും. കാരണം ഇവിടുന്ന് നമ്മുടെ NIOSന്റെ റീജിയണൽ സെന്റർ നിങ്ങൾക്ക് അറിയാലോ, കൊച്ചിയാണ്. സോ ഇവിടുന്ന് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സ് അതത് സ്റ്റഡി സെന്ററിലേക്ക് എത്തിച്ചേരേണ്ട ഒരു സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം വേണം എന്ത് ചെയ്യാനായിട്ട്? ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് കളക്ട് ചെയ്യാനായിട്ട് പോകേണ്ടത് കേട്ടോ. ഇനി സർട്ടിഫിക്കറ്റ്സ് കളക്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം കാര്യങ്ങൾ കരുതണം? നിങ്ങളുടെ ആധാർ അല്ലെ, ഒന്നുകിൽ ആധാർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ ID അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങളുടെ NIOSന്റെ ID കാർഡ് നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് മറക്കല്ല. ഇനി NIOSന്റെ ID കാർഡ് ഇല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് ആയാലും മതി. അപ്പൊ അങ്ങനെ 2 പ്രൂഫും ആയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? ഈ സർട്ടിഫിക്കറ്റ്സ് കളക്ട് ചെയ്യാനായിട്ട് പോകേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അയ്യോ മിസ് എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയാനായിട്ട് ഇടവരരുത്. കാരണം ഞാൻ പറഞ്ഞു, എല്ലാ ജില്ലകളിലും എത്തിച്ചേരാനുള്ള ഒരു സമയമുണ്ട്. എല്ലാ ജില്ലകളിലുമുള്ള സ്റ്റഡി സെന്ററുകളിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് എത്തിച്ചേരാനുള്ള ഒരു സമയം നിങ്ങളും കൊടുക്കണം. അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: സ്റ്റഡി സെന്ററിന്റെ കോൺടാക്ട് നമ്പർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വിളിച്ചു ചോദിച്ചതിന് ശേഷം മാത്രം എത്തിച്ചേർന്നോളൂ സർട്ടിഫിക്കറ്റ്സ്. അതിനുള്ള സമയമൊക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ വിളിച്ചു ചോദിക്കുക. അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പോയിട്ട് കളക്ട് ചെയ്യണം. കളക്ട് ചെയ്യാൻ പോകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ കരുതണം കേട്ടോ. എന്നിട്ട് പോയിട്ട് സർട്ടിഫിക്കറ്റ്സ് വാങ്ങിക്കുക. അപ്പൊ 2 സർട്ടിഫിക്കറ്റ്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ TC അല്ലെങ്കിൽ മൈഗ്രേഷനും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റ്സുകൾ സ്റ്റഡി സെന്ററിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് ഈ 2 സർട്ടിഫിക്കറ്റ്സുകളും ഉണ്ടോ എന്നുള്ളത് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം അവിടെ നിന്ന് പോരാനായിട്ട് നോക്കുക കേട്ടോ. 2 സർട്ടിഫിക്കറ്റ്സുകൾ നിങ്ങൾ വാങ്ങിക്കേണ്ടതാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
പിന്നെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ്സ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ ആ ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുകൾ നിങ്ങൾ സ്റ്റഡി സെന്ററിൽ നിന്ന് കൈപ്പറ്റേണ്ടതാണ്. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് കളക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് ആ വിവരങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മറക്കാതെ നിങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് പോയി കളക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ നിർത്തുന്നു. NIS സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.